ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അയമോദകം. നമുക്ക് മാർക്കറ്റിലും എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അയമോദകം. ഇതിന് ഓമം എന്നും അയമോദകം എന്നും ഒക്കെ പറയും കേട്ടോ. ഇത് സാധനം വളരെ കടുകുമണിനേക്കാളും ചെറിയതായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഓമം. ഇത് നമ്മളിതുപോലെ ഒരു പിഞ്ചളവിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നെഞ്ചെരിച്ചിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊരു നുള്ളതുപോലെ ഒരു പിഞ്ചളവിലെടുത്തിട്ട് വായിലിട്ടിട്ട് നമ്മളിതിനൊന്ന് കുറച്ച് നേരം വെച്ച് ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു 2 പിഞ്ചളവിൽ ഓമവും വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഗ്യാസിൻ്റെ ദഹന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിതുപോലെ ഇവിടെ 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കുറച്ച് ഓമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പേരയില ഉണ്ടല്ലോ, പേരയിലയുടെ തളിരില വലിച്ചിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി പറ്റാവുന്നത്ര നമ്മൾ പീസാക്കി മുറിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഫ്ലെയിമിൽ ലോയിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നന്നായി ഒന്ന് തിളച്ച് അത്യാവശ്യം വെള്ളം വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനൊന്ന് അരിക്കാം. നമുക്ക് ചൂട് ആറിയതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നമ്മുടെ വായ്പുണ്ണൊക്കെ വന്നിട്ട് നമ്മുടെ ഈ മോണയിലൊക്കെ മോണപ്പഴുപ്പൊക്കെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാറുണ്ടല്ലോ, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ കവിൾ കൊള്ളണത് നമുക്ക് ഈ ഒരു വെള്ളം കവിൾ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വായ്പുണ്ണും അതുപോലെ മോണയിലുള്ള പഴുപ്പൊക്കെ മാറാനും നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പല്ല് വേദന വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്തും ഇതുപോലെ നമ്മൾ വെള്ളം കൊണ്ട് വായി കുൽക്കുഴിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പനിക്കൂർക്കട ഇലയും അതുപോലെ തന്നെ നമ്മൾ തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് ഓമം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു സ്പൂണിൽ 1/4 സ്പൂണോളം തന്നെ ഓമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളും ഇടാം കേട്ടോ. ഞാൻ മഞ്ഞൾ ഇടാൻ വിട്ടുപോയതാണ്. മഞ്ഞൾ ഇട്ടാലും പച്ചമഞ്ഞളൊക്കെ പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ചിലർ പറയും ഇപ്പോൾ കെറ്റിൽ കറണ്ടിലല്ലേ ഉപയോഗിക്കുന്നത്, അപ്പം കറണ്ട് ബില്ല് കൂടുതൽ വരുമല്ലോ എന്ന്. വീട്ടിൽ സോളാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കെറ്റിലൊക്കെ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോളാറുള്ളതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് കൂടുതൽ വരികയില്ല. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച് കുറച്ച് സമയം തിളച്ചതിന് ശേഷം ഈ വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം പനി ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. കഫക്കെട്ട് മാറാനും അതുപോലെ നമുക്ക് പനി ഉണ്ടെന്നുണ്ടെങ്കിൽ പനി കുറയാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ കുറച്ച് കുടിക്കാനും എടുത്ത് നമ്മൾ ബാക്കിയുള്ളത് നല്ല തിളപ്പിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ കുടുക്കിയിൽ തന്നെ നമ്മൾ വെള്ളം വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മൾ പുട്ടിൻ്റെ കുടമൊക്കെ ഉണ്ടല്ലോ അതിൽ നമ്മൾ ആക്കിയാലും മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ ആവി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ജലദോഷവും പനിയും അതുപോലെ മൂക്കടപ്പും കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് ശ്വാസം നേരെ എടുക്കാനും രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സമുള്ളതൊക്കെ നമുക്ക് മാറാനും അതുപോലെ ആസ്മ പേഷ്യൻസിനൊക്കെ നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കുറച്ച് ഓമം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിയുപ്പ്, നിങ്ങൾ ഇന്ദുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും അല്ലെങ്കിൽ കല്ലുപ്പ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ പൊടിയുപ്പ് എടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളൊരു കൈപ്പിടിയിൽ എടുത്തിട്ട് നമുക്ക് പല്ല് വേദന വരുമ്പോൾ ഏത് ഭാഗത്താണോ ഏത് പല്ലാണോ നമുക്ക് വേദനിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു പൊടിനെ നമ്മൾ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനെ കടിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പല്ല് വേദനയ്ക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും.
ഈ ഒരു ഓമം നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വേദനയുള്ള ഭാഗത്തും അതുപോലെ മോണയിൽ നീർക്കെട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് സമയം അത് കടിച്ച് പിടിച്ച് നീർക്കെട്ട് മാറാനും അതുപോലെ തന്നെ പല്ലിൻ്റെ വേദന മാറാനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി ഈ ഒരു ഇതിന് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഓമം ഉണ്ടല്ലോ, ഓമം നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓമം ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് ഓമം കുറച്ച് ഇട്ടിട്ട് നമ്മൾ നന്നായി അതിനെ ഒന്ന് വറുത്തെടുക്കുക. നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ഈ ഒരു ഓമത്തിന് നല്ല മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയ്ക്ക് നല്ല കളർ ചേഞ്ച് വരും. ആ ഒരു എണ്ണ നമ്മൾ എടുത്തിട്ട് നമുക്ക് സന്ധിവേദന വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു എണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വേദനകൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ എപ്പോഴും ഓമം വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. മെയിനായിട്ട് നമുക്ക് ഗ്യാസ് പ്രോബ്ലം വരുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിലീഫ് കിട്ടാനും അതുപോലെ മഴയുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ജലദോഷം പനി ഒക്കെ നമുക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഓമം വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ലൂസ് മോഷനൊക്കെ വന്നിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടുന്ന സമയത്തും ഓമം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയറിളക്കം നമുക്ക് ശമനം കിട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി ഈ ഒരു ഓമം എല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ ചൂടാറിയതിന് ശേഷം ഇത് അരിക്കാതെ ഈ ഓമത്തോടു കൂടി തന്നെ നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലിൽ ഈ ഒരു എണ്ണയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു എണ്ണ തന്നെ നമുക്ക് മോണ പഴുപ്പ് വരുന്ന സമയത്തും പല്ല് വേദന വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കും, പക്ഷേ നമ്മൾ ഡെയിലി ഉപയോഗിക്കും. ഒരുപാടൊന്നും ഉപയോഗിക്കില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ 1 or 2 അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തണ്ടോടുകൂടി തന്നെ നമ്മൾ എപ്പോഴും പച്ചമുളക് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പച്ചമുളക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ തണ്ട് നമ്മൾ നന്നായി ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. കഴുകിയിട്ട് നമ്മൾ നന്നായി ഒന്ന് ടവൽ വെച്ച് തുടച്ചതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ പച്ചമുളക് തണ്ടെന്ന് മാറ്റിയിട്ട് ഒരു പച്ചമുളകിൻ്റെ തണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 മണിക്കൂർ നേരം ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മൾ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടം അതുപോലെ കറിവേപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുഴുക്കേട് വന്നിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് ഇത് കൂടാതെ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളിൽ വരുന്ന പുഴുക്കേടൊക്കെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി തക്കാളി നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് ആ കുഴിയിൽ ഇതുപോലൊന്ന് എണ്ണ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കമഴ്ത്തി വെക്കാതെ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. പുറത്ത് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചാലും നമുക്ക് കേടുകൂടാതെ നമുക്ക് പച്ചക്കറി തക്കാളിയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയും കറിവേപ്പിലയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിനൊന്ന് കഴുകി ഇതുപോലൊരു ടവലിൽ നമ്മൾ വിരിച്ച് അതിൻ്റെ നനവെല്ലാം തന്നെ ഒന്ന് പോകാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമ്മളിതിനൊരു ബോക്സിലാക്കി മാറ്റുക കേട്ടോ. അതിൽ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം തന്നെ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ മല്ലിയിലയാണ് കേട്ടോ. അത് കുറേ മുമ്പ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കുക. അപ്പം തന്നെ നമ്മൾ കുറേ സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നനവായി പോവും. ആവശ്യമുള്ളത് എടുക്കുക, അപ്പം തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് മല്ലിയിലയും പുതിനയും ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. ഇതേപോലെ നല്ല ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.